പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ എയർഫോഴ്സ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഉച്ചയ്ക്ക് 12 മണിയോടെ ഇന്ത്യക്ക് കൈമാറും. വാഗ അതിർത്തിയിലൂടെ എത്തുന്ന അഭിനന്ദന് വൻ വരവേൽപ്പ് നൽകാൻ ഇന്ത്യ ഒരുങ്ങി. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. ഉറി മേഖലയിൽ പാക് സൈന്യത്തിന്റെ ആക്രമണത്തിൽ 7 പ്രദേശവാസികൾക്ക് പരിക്കേറ്റു. കുപ്വാരയിൽ സുരക്ഷാ സൈന്യം 2 ഭീകരരെ വധിച്ചു. അതിനിടെ ജെയ്ഷെ മേധാവി മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷി സ്ഥിരീകരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് അമേരിക്കയും രംഗത്തെത്തി. ഇസ്ലാമിക രാജ്യങ്ങളുടെ ആഗോള ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറി. പാക് വിദേശകാര്യമന്ത്രി OIC രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തേക്ക്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് M. ഉണ്ണികൃഷ്ണനും ന്യൂസ് ഡെസ്കിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റവും ചേരുന്നു. ആദ്യം ഉണ്ണി, എപ്പോഴാണ് വിംഗ് കമാൻഡർ തിരികെ എത്തുക? ഏതെല്ലാം രീതിയിലുള്ള നടപടിക്രമങ്ങളോടുകൂടിയാണ് അദ്ദേഹം വാഗ അതിർത്തിയിലേക്ക് കടക്കുക? അപർണ, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ 12 മണിക്കും 1 മണിക്കും ഇടയിൽ വാഗ അതിർത്തിയിൽ എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 12 മണിക്കും 1 മണിക്കും ഇടയിൽ തന്നെ എത്തുകയാണെങ്കിൽ വാഗ അതിർത്തി കടന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിയും. അഭിനന്ദന്റെ വരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് വാഗ അതിർത്തിയിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, പ്രദേശവാസികളടക്കം നിരവധി പേർ വാഗ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് അഭിനന്ദനെ കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി. ഏതായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. റാവൽപിണ്ടിയിലെ ഗവൺമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇന്നലെ അഭിനന്ദൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിലേക്കാണ് ഈ വാഗ അട്ടാരി അതിർത്തിയിലേക്ക് അഭിനന്ദനെ എത്തിക്കുക. അവിടെ നിന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനെ കൈമാറുക. പാകിസ്ഥാന്റെ ചുമതലയുള്ള ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ കൂടി അഭിനന്ദനെ അനുഗമിക്കുമെന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും അഭിനന്ദനെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് മുമ്പ് റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധനകളും മറ്റും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ നടപടികളിൽ റെഡ് ക്രോസ് കൂടി പങ്കാളിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അഭിനന്ദൻ എത്തിയതിനു ശേഷം ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണാനൊക്കെയുള്ള സാധ്യത കുറവാണ്. ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥരടക്കം അഭിനന്ദനുമായി ബന്ധപ്പെട്ട് അഭിനന്ദനോട് അവിടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. വിശദമായ അക്കാര്യത്തിൽ അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തും. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഏൽപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ, അവിടെ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. അതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് തുടർ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം അവിടെ വലിയ മർദ്ദനമേൽക്കുന്ന തരത്തിലുള്ള വീഡിയോകളും മറ്റും പുറത്തു വന്നിരുന്നു. അതിനുശേഷം പാക് ആർമി തന്നെ പുറത്തുവിട്ടിരുന്ന വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെട്ടിരുന്നത് അഭിനന്ദന് പാക് ആർമി ഏറ്റവും മികച്ച പരിഗണനയാണ് നൽകുന്നതെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ അഭിനന്ദനെ അവിടെ മർദ്ദിച്ചിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കലും ഉണ്ടാകും. അഭിനന്ദന്റെ അച്ഛനും അമ്മയും ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിലെത്തിയതാണ്. ഡൽഹിയിലെത്തിയ ശേഷം അവർ അമൃത്സറിലേക്ക് പോയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവരും ഈ അട്ടാരി വാഗ ബോർഡറിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അവരുടെ കുടുംബങ്ങളോടും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് അത്രമേൽ സംസാരിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് തന്നെ. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയമായാണ് അഭിനന്ദന്റെ വരവിനെ വിലയിരുത്തപ്പെട്ടിരുന്നത്. ധീരയോദ്ധാവ് പാകിസ്ഥാന്റെ F-16 വിമാനത്തെ വെടിവെച്ചിടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് MiG-21 വിമാനത്തിന്റെ പൈലറ്റായിരുന്ന അഭിനന്ദന് പാകിസ്ഥാനിൽ ഇറങ്ങേണ്ടി വന്നത്. പാരച്യൂട്ടിൽ വിമാനം തകർന്നു വീഴുമ്പോൾ പാരച്യൂട്ടിൽ ഇറങ്ങിയ അഭിനന്ദൻ പാകിസ്ഥാനിൽ എത്തുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പ്രദേശവാസികൾ അഭിനന്ദനെ മർദ്ദിക്കുന്നതായുള്ള വീഡിയോ പുറത്തു വന്നു. അതിനുശേഷം പാക് സൈന്യമാണ് അഭിനന്ദനെ റാവൽപിണ്ടിയിലേക്ക് പിന്നീട് കൊണ്ടുപോയിരുന്നത്. ഉണ്ണി, അതോടൊപ്പം തന്നെ അതിർത്തിയിൽ പ്രകോപനം തുടരുന്നു പാകിസ്ഥാൻ. കുപ്വാരയിൽ 2 ഭീകരരെ സുരക്ഷാ സൈന്യം വധിച്ചതായുള്ള വാർത്ത വരുന്നു. പ്രതിരോധ മന്ത്രി കാശ്മീർ സന്ദർശിക്കുന്നു എന്നുള്ള വിശദാംശങ്ങളും ലഭ്യമാകുന്നു. ഏത് രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് തുടരുന്നത് ഇപ്പോഴും? അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുക തന്നെയാണ്. ഉറിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ന് വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായത്. പാകിസ്ഥാന്റെ വെടിവയ്പിൽ 7 പ്രദേശവാസികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം സമീപത്തുള്ള ഗ്രാമങ്ങളിലും തുടരുന്നുണ്ട്. പാകിസ്ഥാൻ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 25 തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാണ് നേരത്തെ സൈന്യം തന്നെ പറഞ്ഞിരുന്നത്. വീണ്ടും ആ വെടിനിർത്തൽ കരാർ ലംഘനവും പ്രദേശവാസികൾക്കെതിരായ ആക്രമണവും തുടരുന്നു. പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തിന് ഇന്ത്യ ശക്തമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. അതിർത്തിയിലെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയുമാണ്. അതേപടി സൈനാവിന്യാസം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ സേന വിന്യസിച്ചിരുന്നു. പാക് പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ വെടിനിർത്തൽ കരാർ ലംഘനം നേരത്തെയും പലതവണ ഉണ്ടായപ്പോൾ അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യം നേരിട്ടിട്ടുള്ളത്. മറിച്ച് വ്യോമാതിർത്തി ലംഘിക്കാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചതുപോലുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള നീക്കങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കുപ്വാരയിലെ ഹന്ദ്വാര മേഖലയിൽ ഇന്ന് രാവിലെ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജമ്മുകാശ്മീരിൽ തന്നെ പല മേഖലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ സുരക്ഷാ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടും അവിടെയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വിഘടനവാദി നേതാക്കളുടെ അടക്കം പ്രകോപനങ്ങൾ തടയുന്നതിനായി.
എം ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഉണ്ണിയിലേക്ക് വരാം. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുരേഷ് വെള്ളിമറ്റവും നമുക്കിപ്പോൾ ചേരുന്നു. സുരേഷ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് കൂടി ഉറ്റുനോക്കുകയാണ്. കൃത്യം 12:30 തന്നെ അഭിനന്ദൻ വർദ്ധമാൻ വാഗ അതിർത്തി കടന്നു വരുന്ന അതേ സമയത്ത് തന്നെയാണ് സുഷമ സ്വരാജ് അബുദാബിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത്. ഏത് രീതിയിലുള്ള പ്രാധാന്യമാണ്, എത്രത്തോളം നിർണായകം കൂടിയാണ് കൂട്ടായ്മയിൽ പങ്കെടുത്ത സുഷമ പറയാൻ പോകുന്ന വാക്കുകൾ? ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ, ആഗോള സമ്മേളനത്തിൽ സുഷമ സ്വരാജ് പങ്കെടുക്കുന്നതിന് തൊട്ടു മുൻപ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നയപരമായിട്ടുള്ള ഒരു മാറ്റം വന്നു എന്നാണ് അറിയുന്നത്. ഇന്നലെ വരെ പാകിസ്ഥാൻ ഈ ഉച്ചകോടിയിൽ, അബുദാബിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. കാരണം ഇന്ത്യയെ ക്ഷണിച്ചതിലുള്ള അതൃപ്തിയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള നിലപാടിന് കാരണമെന്നും ഉള്ള റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ, അല്പം മുൻപ് പാകിസ്ഥാനിൽ നിന്നും വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സമ്മേളനത്തിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമെന്നുള്ളതാണ്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി എസ് ഖുറേഷിയോ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ രണ്ട് കാരണമാണ് ഇതിനുള്ളത്. ഒന്ന്, പാകിസ്ഥാന് തങ്ങളുടെ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇന്ത്യയുടെ പൈലറ്റിനെ വിട്ടയക്കാൻ തീരുമാനിച്ചത് ഇത് ഇന്നലെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ള നിലപാട് പാകിസ്ഥാൻ ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം UAE സമയം 10 മണിയോടുകൂടി തന്നെ ഈ സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിൽ സുഷമ സ്വരാജ് സംസാരിക്കും. ആദ്യമായാണ് ഇന്ത്യ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 57 രാജ്യങ്ങളാണ് ഈ OICയിൽ ഉള്ളത്. 57 രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളെ പ്രത്യേക ക്ഷണിതാക്കളായി ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ റഷ്യ, തായ്ലൻഡ്, ഇന്ത്യ എല്ലാമുണ്ട്. ഈ 57 രാജ്യങ്ങൾക്ക് മുൻപിൽ, അംഗരാജ്യങ്ങൾ 57 രാജ്യങ്ങൾക്കും അതോടൊപ്പം ക്ഷണിതാക്കളായിട്ടുള്ള 5 രാജ്യങ്ങളും ഉൾപ്പെടെ 62 രാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങളുടെ നിലപാട് വിശദീകരിക്കാനുള്ള ഒരവസരമായാണ് ഇപ്പോൾ ഇതിനെ പാകിസ്ഥാൻ കാണുന്നത്. എന്നാൽ സുഷമ സ്വരാജ് പങ്കെടുക്കുന്ന ആ സെഷനിൽ ഷാ മഹ്മൂദ് ഖുറേഷി പങ്കെടുക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെയായിരിക്കും ഇപ്പോൾ. നേരത്തെ ബഹിഷ്കരണം, പൂർണ്ണമായിട്ടുള്ള ഒരു ബഹിഷ്കരണമാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ സുഷമ സ്വരാജ് പങ്കെടുക്കുന്ന ആ ഒരു സെഷൻ മാത്രം ബഹിഷ്കരിക്കുക എന്നുള്ള ഒരാലോചനയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. മറ്റെല്ലാ സെഷനിലും പങ്കെടുക്കുകയും എന്നിട്ട് പാകിസ്ഥാന് തങ്ങളുടെ നിലപാട് ഈ 57 രാജ്യങ്ങൾക്ക്, അംഗരാജ്യങ്ങൾക്കും 5 ക്ഷണിതാക്കളായിട്ടുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. ഇതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു നിലപാട് മാറ്റം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അല്പസമയത്തിനകം തുടങ്ങും. അബുദാബി കിരീടാവകാശിയും ആണ് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിന് മുന്നോടിയായി പാകിസ്ഥാൻ ചെയ്തിരുന്നത്, ബഹിഷ്കരണ തീരുമാനം എടുത്ത ആ ഘട്ടത്തിൽ തന്നെ OIC സെക്രട്ടറി ജനറലിന് തങ്ങളുടെ നിലപാട് അറിയിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം കാശ്മീർ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്ത് മാത്രമായിരിക്കും തങ്ങളുടെ പ്രാതിനിധ്യമായിട്ടുണ്ടാകുക. തങ്ങളുടെ നിലപാട് ആ കത്തിലൂടെ വിശദീകരിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ആ കത്ത് ഇനി അവിടെ വായിക്കേണ്ടതില്ല, മറിച്ച് വിദേശകാര്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. ഏതായാലും സുഷമ സ്വരാജ് പങ്കെടുക്കുന്ന ആ സെഷനിൽ ഷാ മഹ്മൂദ് ഖുറേഷി പങ്കെടുക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ചൈനയിൽ നിന്നുമാണ് സുഷമ സ്വരാജ് നേരിട്ട് അബുദാബിയിൽ എത്തിയിട്ടുള്ളത്. ഈ ചൈനയിൽ നടന്നിട്ടുള്ള ത്രിരാഷ്ട്ര വിദേശകാര്യമന്ത്രിമാരുടെ ആ സമ്മേളനത്തിൽ വളരെ ശക്തമായി തന്നെ ജയ്ഷെ മുഹമ്മദിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാടിനെയും അതേപോലെ തന്നെ മഹ്മൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നുള്ള നിലപാടുമെല്ലാം അവിടെ സുഷമ സ്വരാജ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അത് വളരെ കൃത്യമായി തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്ന് സുഷമ സ്വരാജ് ഈ വേദി ഉപയോഗിക്കും. ആദ്യമായി ഇന്ത്യ അതിൽ പങ്കെടുക്കുന്നു. അവിടെ സുഷമ സ്വരാജ് ഈ പറയുന്ന, അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് കൃത്യമായ രീതിയിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഷാ മുഹമ്മദ് ഖുറേഷി ഇന്ത്യയുടെ സെഷൻ ബഹിഷ്കരിക്കാനുള്ള പാകിസ്ഥാൻ നീക്കത്തിന് ശേഷം ഷാ മുഹമ്മദ് ഖുറേഷിയും ഇന്ത്യയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും പ്രകടമാക്കുകയും ചെയ്യുക, അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ആക്രമണം ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു നിലപാടായിരിക്കും പാകിസ്ഥാൻ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ പറയുന്ന മഹ്മൂദ് അസറിന് എതിരായിട്ടുള്ള ഒരു നിലപാട്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള നിലപാട്, മഹ്മൂദ് അബ്ബാസ് ഒരു തീവ്രവാദി എന്നുള്ള രീതിയിൽ അംഗീകരിക്കണം എന്നുള്ള, ആഗോള ഭീകരനായി അംഗീകരിക്കണം എന്നുള്ള നിലപാട്, ഇന്ത്യൻ നിലപാടിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. റഷ്യയുടെ
ചൈനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ഇതിൽ ചൈന മാത്രമാണ് ഇന്ത്യയുടെ തുടക്കം മുതലുള്ള ഈ ആവശ്യത്തിന് എതിർപ്പുമായി നിൽക്കുന്നത്. ആ ചൈനയെ കൂടി ഒന്നുകിൽ തങ്ങളുടെ കൂടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചൈനയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മറ്റ് അംഗരാജ്യങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുക. ഇതാണ് സുഷമ സ്വരാജിന്റെ ഏറ്റവും ഡോക്ടർ അനിൽകുമാർ ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു വശത്ത് വാഗാ അതിർത്തിയിലേക്ക് അഭിനന്ദൻ വർദ്ധമാൻ വരുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് പറയാൻ പോകുന്ന വാക്കുകൾ അത് വളരെ നിർണായകമായ ഒരു അവസരം കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ OIC പ്രത്യക്ഷത്തിലെടുത്ത നിലപാട് ഇതുവരെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല. അങ്ങനെയുള്ള ഒരവസരത്തിലാണ് പാകിസ്ഥാന് മുകളിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടിക്കൊണ്ട് ഇന്ത്യ സംസാരിക്കാൻ പോകുന്നത്. SM ഖുറൈഷി അതിനുശേഷം ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ പോലും വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന ഇന്ത്യ എന്തു പറയുന്നു എന്നുള്ളത് കൃത്യമായും അത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യമാണ്. മാത്രമല്ല സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിനകത്ത് നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ കൂടി പരിശോധിക്കുമ്പോൾ ആ സുഷമയുടെ വാക്കുകൾ ആ ചടങ്ങ് എത്രത്തോളം പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശ്രമങ്ങളെ പ്രകീർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ തങ്ങളുടെ ഇനിയുള്ള നിലപാട് വ്യക്തമാക്കുന്നതിന് ഒരുപക്ഷെ ഈ വേദി ഉപയോഗിച്ചേക്കാം. കാരണം ലോകത്തിനോട് തന്നെ ഇന്ത്യ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിംഗ് കമാൻഡറിനെ വിട്ടുകിട്ടുക വഴി ഇപ്പോൾ സമാധാനത്തിലേക്ക് ഇന്ത്യ പോകുമെന്നുള്ള സൂചന പല പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമങ്ങളോ അതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അത്തരം ഒരു ശ്രമങ്ങളാണ്. തങ്ങൾ വലിയ സമാധാന ദൂതുമായി എത്തുന്നു, അതുകൊണ്ട് ഇന്ത്യ സമാധാനത്തിന്റെ പാതയിലേക്ക് വരാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി പോലും പാകിസ്ഥാൻ അതിനെ ഉപയോഗിക്കുകയാണ്. അതിനെ മറികടന്നുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന പ്രക്രിയ കേവലമായി നമ്മുടെ വിംഗ് കമാൻഡറിനെ വിട്ടുകിട്ടുന്നതിലൂടെ അല്ല പാകിസ്ഥാൻ ഉറപ്പിക്കേണ്ടതെന്നും അതിനപ്പുറമായി നമ്മുടെ അതിർത്തിയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രദേശങ്ങളിലും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നു എന്ന് തങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ഈ സമാധാനത്തിലേക്ക് കടക്കുവാൻ എന്നുള്ള ഒരു സൂചന നൽകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമാധാനപരമായൊരു നടപടി അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നതിനപ്പുറം കാര്യമായി എന്തെങ്കിലും മാറ്റമുണ്ടാക്കുക എന്നുള്ളൊരു സൂചന ആയിരിക്കില്ല നൽകുന്നത്. മറിച്ച് ഇപ്പോൾ വരാൻ പോകുന്ന പ്രമേയത്തിന് മസൂദ് അസനെ കൊടും ഭീകരവാദിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്ര പ്രമേയത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിനുള്ള പിന്തുണ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ വരും കാലങ്ങളിൽ പാകിസ്ഥാനെ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഭീകരവാദികൾക്കെതിരെയുള്ള എന്തെങ്കിലും ക്രിയാത്മകമായ അല്ലെങ്കിൽ ഫലം കാണുന്ന തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് ഉള്ള കാര്യങ്ങളിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ച് അതിലേറെ പങ്കുവഹിക്കാൻ കഴിയുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരിക്കും ഇന്ത്യ. നമുക്ക് ലോക പിന്തുണ, നയതന്ത്ര പിന്തുണ ഏത് രീതിയിലാണ് ഇന്ത്യ ഉറപ്പാക്കിയത് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ വാഗാ അതിർത്തിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അഭിനന്ദൻ വർദ്ധമാനെ സ്വീകരിക്കാനായി ആഘോഷത്തിലാണ് ജനങ്ങൾ. മുനികൃഷ്ണൻ ദില്ലിയിൽ നിന്ന് വീണ്ടും ഉണ്ണി, വലിയ രീതിയിലുള്ള ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അത് ഒരു പക്ഷേ രാജ്യം എത്രയോ കാലത്തിനു ശേഷം കാണുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഏത് രീതിയിലാണ് വാഗാ അതിർത്തിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനാകുക ഇപ്പോൾ? അപർണ, അതിർത്തിയിലെ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, പാക് സ്ഥാനപതി കാര്യാലയം പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. രേഖകളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. അഭിനന്ദനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായത്. എന്നാൽ പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ അനുമതി ലഭിച്ചാലായിരിക്കും അഭിനന്ദനെയും കൊണ്ട് പ്രത്യേക വിമാനത്തിൽ വാഗാ അട്ടാരി അതിർത്തിയിലേക്ക് എത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുക. രാവിലെ മുതൽ തന്നെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ഉദ്യോഗസ്ഥരടക്കം പാക് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് രേഖകളും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ അഭിനന്ദനെ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ വേഗത്തിലാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഇന്നലെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ ഇക്കാര്യത്തിൽ അറിയിപ്പ് നൽകിയതുകൊണ്ട് സ്വാഭാവികമായും ഇനി മറ്റ് കാര്യങ്ങൾ വലിയ സാങ്കേതികമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം ലഭിക്കുക എന്ന ഒരു നടപടിക്രമം മാത്രമാണ് പൂർത്തിയാക്കാനുള്ളതെന്നാണ് അവിടെ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം വാഗാ അതിർത്തിയിൽ വലിയ സന്നാഹങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രദേശവാസികളുടെ
അടക്കം വലിയ ആൾക്കാരുടെ കുത്തൊഴുക്കാണ് രാവിലെ മുതൽ തന്നെ നമുക്കത് അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. യുവാക്കളും സ്ത്രീകളും അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് അഭിനന്ദന്റെ വരവ് കാണുന്നതിനായി. സമീപകാലത്ത് കാർഗിൽ യുദ്ധസമയത്താണ് നചികേതസ് എന്ന ഒരു ഇന്ത്യൻ പൈലറ്റിനെ അന്ന് പാകിസ്ഥാൻ കസ്റ്റഡിയിൽ വയ്ക്കുകയും പിന്നീട് 8 ദിവസത്തിന് ശേഷം വിട്ടയക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര വിജയമായി തന്നെയാണ് ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് അഭിനന്ദൻ അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പോരാടിയ ധീര യോദ്ധാവ് കൂടിയാണ്. അവിടെ പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഞെട്ടിപ്പിക്കുന്ന കഥകൾ തന്നെയാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതെല്ലാം കൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി തന്നെ അഭിനന്ദന്റെ മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു, പ്രതീക്ഷിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ആ പ്രഖ്യാപനം വന്നിരുന്നത്. അതുകൊണ്ട് ആൾക്കാർ വലിയ ആവേശത്തോടു കൂടി അഭിനന്ദന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായി വാഗ അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആഘോഷമായി തന്നെ ഈ ഒരു വിട്ടുകിട്ടൽ ചടങ്ങിനെ മാറ്റാൻ തന്നെയാണ് അവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അവിടെ എത്തുമെന്ന് അറിയിച്ചതാണ്. അധികം എത്താൻ സാധ്യതയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള പ്രമുഖർ എത്തും. പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തുമോ എന്ന് ഉറപ്പായിട്ടില്ല. ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാർ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ അഭിനന്ദനെ സ്വീകരിക്കുന്നത് തന്നെ വലിയ ആഘോഷമായി മാറുമെന്ന് ഉറപ്പാണ്. ഒപ്പം അധികം ഇന്ത്യയിൽ എത്തിയാൽ തന്നെ ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. മറിച്ച് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് തന്നെ അഭിനന്ദനിൽ നിന്നും അവിടെ നേരിട്ടിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടതായുണ്ട്. അതിനുവേണ്ടി വിശദമായ ആശയവിനിമയം നടത്തും. അവിടെ നേരിട്ടിരിക്കുന്ന പീഡനങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയൊക്കെ സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അഭിനന്ദനെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം പോകാൻ തന്നെ അനുവദിക്കുക.